ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഒരുപാട് നാളായി നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് വിളിക്കാത്തത്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലേ. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കോൾ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം ഇട്ടിട്ട് കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UGCയുടെ ഡയറക്ഷൻ പ്രകാരം തന്നെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇക്കൊല്ലം, അതായത് 2020 അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തത്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക, പകുതി വെച്ച് നിന്ന് പോവോ അങ്ങനത്തെ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ UGC പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അപ്ലിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ചെറിയ ഡീറ്റെയിൽസ് കാണാം. അതായത് ഏതൊക്കെ കോഴ്സുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതുപോലെ ചെറുതായ ഒരു ഔട്ട്ലൈൻ തരാം. അപ്പം മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടൊക്കെ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് IDEKU.net എന്നതാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റീൻ്റെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റാണ് IDEKU.net. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ സീ ദ നോട്ടിഫിക്കേഷൻ ഇസ് ഹിയർ. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പ്രോസ്പെക്ടസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഈ വെബ്സൈറ്റിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വളരെ കുറച്ച് ടൈം മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം. സോ ഈ ഇയർ 2020-21 13 UG കോഴ്സുകൾക്കും 13 PG കോഴ്സുകൾക്കുമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുള്ളത്, അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സസ് ഇതൊക്കെയാണ്: BA എക്കണോമിക്സ് ഡിഗ്രി കോഴ്സുകൾ ആദ്യം പറയാം. BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA ഹിന്ദി, BA ഹിസ്റ്ററി, BA മലയാളം, BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, BBA, BCom, BCA, BLISC, BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BSc മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് UG കോഴ്സുകൾ വരുന്നത്. അതുപോലെ PG കോഴ്സുകൾ MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA എക്കണോമിക്സ്, MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി, MA ഹിന്ദി, MA മലയാളം, MA സോഷ്യോളജി, MCom ഫിനാൻസ്, MLISC, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc മാത്തമാറ്റിക്സ് ആൻഡ് MBA. അപ്പോൾ MBA പുതുതായിട്ട് ചേർത്തൊരു കോഴ്സാണ്, റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേത് കോഴ്സ് തന്നെ ആയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റാണ് 3 years ആണ്. 6 semesters ആൻഡ് 3 years ഫോർ 6 semesters, ദാറ്റ് ഇസ് 3 years ഫോർ UG കോഴ്സ്. അതുപോലെ 4 semester, ടോട്ടൽ 2 year ഫോർ PG കോഴ്സുകൾ. ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റ്സ് ചെക്ക് ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ മാത്രമല്ല, ഓൺലൈൻ കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും ചലാനും എല്ലാം കൂടെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാനും ഉണ്ട്, ഹാർഡ് കോപ്പീസ് അയക്കാനും ഉണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണം, അതുപോലെ ഓഫ്ലൈൻ, അതായത് നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിൻ്റെ കോപ്പി പോസ്റ്റൽ വഴി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് UG പ്രോഗ്രാംസിന് 31/10/2020. ഇപ്പോൾ 2 ദിവസം കൂടിയേ ഉള്ളൂ. 31/10/2020. അതുപോലെ PG പ്രോഗ്രാമിന് 18/11/2020. UG പ്രോഗ്രാമിന് ഒക്ടോബർ 31, PG പ്രോഗ്രാമിന് നവംബർ 18 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തീർച്ചയായും ചെക്ക് ചെയ്യണം. അത് പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഹാർഡ് കോപ്പീസ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് കോപ്പീസ് അയക്കാനായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 5 നവംബർ 5 UG പ്രോഗ്രാമിന്. PG പ്രോഗ്രാമിന് നവംബർ 23. ഓക്കെ. ഇനി പ്രിഫറബിളി യു ഷുഡ് സെൻഡ് ഇറ്റ് ബൈ രജിസ്റ്റേർഡ് ഓർ സ്പീഡ് പോസ്റ്റ്. അപ്പോൾ ഓർഡിനറി പോസ്റ്റൊക്കെ ആയാലും ഇപ്പോൾ വളരെ ഡിലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ ആയിട്ട് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചലാനും ഇനി DD ആയിട്ടും നിങ്ങൾക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ DDയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പീസും ഒക്കെ ആയിട്ടാണ് അയക്കുന്നതില്ലേ. സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഇത് അയക്കുക. പോസ്റ്റിൽ അയക്കുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. സ്പീഡ് പോസ്റ്റ് ഓർ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ UG ഹാർഡ് കോപ്പീസ് എത്താനായിട്ട് 5 നവംബർ. ഫോർ PG ഇറ്റ് ഈസ് 23 നവംബർ. അപ്പോൾ ഇതാണ് ജനറൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോർട്ടൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ക്ലിക്ക് ഹിയർ. ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഫോർ പോർട്ടൽ ഫോർ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ.
അപ്പോൾ നിങ്ങളൊരു ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇൻസ്ട്രക്ഷൻ വൈസ് യു ക്യാൻ സീ ഹിയർ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മിനിമം 17 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് 7 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂസർ ക്രിയേഷൻ, അതായത് നിങ്ങളുടെ പ്രൈമറി രജിസ്ട്രേഷൻ, ആ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ടും കോഴ്സ് ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, ഫീ ഡീറ്റെയിൽസ്, ചെക്ക് ലിസ്റ്റ്, അതായത് ഫോട്ടോ സൈൻ അപ്ലോഡ് ചെയ്യാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെ നിങ്ങൾ പാസ് ചെയ്യും അപ്ലൈ ചെയ്യുമ്പം. ദെൻ നിങ്ങൾക്ക് പ്രൈമറി രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഒരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ബാക്കായി പോയാലും വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഒരു സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പകുതിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ഫീ ഡീറ്റെയിൽസ്, ഫീ എങ്ങനെ പേ ചെയ്യാന്നുള്ള മോഡ്സ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് SBI, ചലാൻ, DD, യൂണിവേഴ്സിറ്റി ക്യാഷ് കൗണ്ടേഴ്സ്. ഇനി അതല്ലാതെ ഈ പേയ്മെൻറ്റ് പോർട്ടലും അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ SBI, ചലാൻ, DD ഏത് രീതിയിലും നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല യു ഹാവ് ടു പേ എ ഫീ ഓഫ് ₹105, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിനേക്ക് വേണ്ടി ഒരു 105 രൂപ നിങ്ങൾ കൂടെ കൊടുക്കേണ്ടതാണ്. അത് DD ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഫ്രം എനി ബ്രാഞ്ച് ഓഫ് SBI ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡ്രോൺ ഇൻ ഫേവർ ഓഫ് SDE, DDF, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം പേയബിൾ അറ്റ് SBI, കാര്യവട്ടം ബ്രാഞ്ച്, ട്രിവാൻഡ്രം. അപ്പോൾ DDയുടെ ബാക്കിൽ നിങ്ങളുടെ നെയിം ആൻഡ് അഡ്രസ് ആൻഡ് പർപ്പസ് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് വേണം ആ DD എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെയാണ് ജനറലായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യം, നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഒരു മെയിൻ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ PG കാൻഡിഡേറ്റ്സ്, ആൻഡ് ശ്രദ്ധിക്കുക PG കാൻഡിഡേറ്റ്സ്, അതായത് UG നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തതെങ്കിൽ, ഏതൊരു യൂണിവേഴ്സിറ്റി ആവട്ടെ, കേരളത്തിൻ്റെ ഉള്ളിലുള്ളതായാൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ദേ ഷുഡ് പ്രൊഡ്യൂസ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുക കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ അപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സ്പെസിഫിക്കേഷൻ ഒക്കെയാണ്. ഫോട്ടോ 150/200 പിക്സൽസ്, 40 KB ആയിരിക്കണം, JPEG ഫോർമാറ്റ് ആയിരിക്കണം, ഇൻ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. സിഗ്നേച്ചർ വരുന്നത് 150 പിക്സൽ, 150/60 പിക്സൽ, 40 KB, അഗെയിൻ സൈസസ് 40 KB, JPG ഇമേജ് ആയിരിക്കണം. ഓക്കെ, ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ കൂടെ വരുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം ക്യാമ്പസ്, ട്രിവാൻഡ്രം 695581 കേരള. സോ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ്. രജിസ്റ്റേർഡ് ഓർ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. ലാസ്റ്റ് ഡേറ്റ് UG പ്രോഗ്രാമിന് 5th നവംബറും ലാസ്റ്റ് ഡേറ്റ് PG പ്രോഗ്രാമിന് 23rd നവംബറുമാണ് ഹാർഡ് കോപ്പീസ് അവിടെ എത്താനായിട്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇറ്റ് വാസ് ഫോർ UG പ്രോഗ്രാം 31st ഒക്ടോബർ ആൻഡ് PG പ്രോഗ്രാമിന് 18th നവംബർ. സോ ഇതാണ് നിങ്ങളുടെ പ്രൈമറി രജിസ്ട്രേഷൻ്റെ പേജ് വരുന്നത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇനീഷ്യൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും പിന്നെ എഡിറ്റ് ചെയ്യാനോ മാറ്റാനോ ആയിട്ട് കഴിയുന്നതല്ല. അപ്പം ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറൊക്കെ മെയിലായിട്ട് വരും. അപ്പോൾ യു ഹാവ് ടു എൻ്റർ യുവർ നെയിം ഓഫ് ദി അപ്ലിക്കൻറ്റ്. ഇറ്റ് ഷുഡ് ബി സെയിം ആസ് യുവർ SSLC സർട്ടിഫിക്കറ്റ്. ദെൻ ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്മിഷൻ ബോർഡ്, അത് ഡയറക്റ്റ് എന്ന് എൻ്റർ ചെയ്താൽ മതി. ദെൻ പ്രോഗ്രാം കാറ്റഗറി, അതായത് UG ആണോ PG ആണോ എന്ന്. ഈ ഇനീഷ്യൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർവേർഡ്സ് യു വിൽ ഹാവ് ടു
എൻ്റർ ദ പാസ്വേഡ് ആൻഡ് അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് ദ അഡ്മിഷൻ ഓർ അപ്ലിക്കേഷൻ പോർട്ടൽ. സോ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. സോ ഇഫ് യു ആർ ന്യൂ ടു ദ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.